Hi everyone, welcome to my mother's kitchen. Happy New Year and thank you so much everyone for supporting me last year. എൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ റെസിപ്പി ഒരു ഡെലീഷ്യസ് കോഫി കേക്ക് ആണ്. ഇനിയും അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. കോഫി കേക്കിന് ആദ്യം ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അതിനെടുത്തിരിക്കുന്നത് അര കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ, അതിലേക്ക് 1/4 കപ്പ് ലൈറ്റ് ബ്രൗൺ ഷുഗർ, 1.5 ടീസ്പൂൺ സിനമൺ പൗഡർ, അര കപ്പ് ടോസ്റ്റഡ് പീക്കാൻസ്, നിങ്ങൾക്ക് വാൾനട്ടും ഉപയോഗിക്കാം. ഇത് അര കപ്പ് നല്ല ഹീപ്പായിട്ടാണ് എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ സോൾട്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൾഡ് അൺസോൾട്ടഡ് ബട്ടർ ആണ് ചേർക്കുന്നത്. ഇത് ചേർത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് ഒരു ക്രംബിൾ പരുവത്തിൽ ആക്കിയെടുക്കണം. ബട്ടർ ചേർത്ത് ഇതുപോലെ ക്രംബിൾ ആക്കി എടുക്കണം. ഇത് ഞാൻ റെഫ്രിജറേറ്ററിൽ വെക്കുകയാണ്. ഇനിയും കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിന് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അര ടീസ്പൂൺ സോൾട്ട്. ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനിയും കേക്കിനുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് 2 സ്റ്റിക്സ് അൺസോൾട്ടഡ് ബട്ടർ റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം, 1 കപ്പ് ഷുഗർ. ഇത് രണ്ടും കൂടി നല്ല ലൈറ്റ് ആൻഡ് ഫ്ലഫി ആവുന്നിടം വരെ അടിച്ചെടുക്കണം. ഷുഗറും ബട്ടറും ഹാൻഡ് മിക്സറിൽ അടിച്ചാലും മതി. 2 മുട്ടയാണ് ഇതിൽ ചേർക്കേണ്ടത്. അത് ഓരോന്നായിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ഒരു ടീസ്പൂൺ വനില എക്സ്ട്രാക്ട്. ഇനിയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കേണ്ടത്. അത് കുറച്ചായിട്ട് 1/3 വീതം വേണം ചേർക്കാനായിട്ട്. ഇതില് 1 കപ്പ് സവർ ക്രീം കൂടെ ചേർക്കണം. അതിന്റെ പകുതി വേണം ആദ്യം ഇടാനായിട്ട്. സവർ ക്രീമിന് പകരം നല്ല തിക്കായിട്ടുള്ള യോഗർട്ട് ചേർത്താലും മതി. ഇനി കുറച്ച് ഫ്ലവറും കൂടെ ചേർക്കണം. ഇനിയും ബാക്കിയുള്ള സവർ ക്രീം കൂടെ ചേർക്കണം. പൊടി ഇട്ടതിന് ശേഷം ഓവർ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടി ഒന്ന് ബൈൻഡ് ചെയ്താൽ മതി. ഈ സൈഡിൽ ഇരിക്കുന്നതൊക്കെ സ്പാച്ചുല കൊണ്ട് മിക്സ് ചെയ്താൽ മതി. ആദ്യം ബാറ്ററിന്റെ പകുതി വേണം കേക്ക് പാനിൽ ഇടേണ്ടത്. കേക്ക് പാനിൽ നന്നായിട്ട് ബട്ടർ പുരട്ടി ഫ്ലവർ ഇട്ടിട്ട് വേണം കേക്കിന്റെ ബാറ്റർ ഒഴിക്കാനായിട്ട്. ഈ കേക്ക് ബാറ്റർ ഉണ്ടാക്കി കഴിയുമ്പോൾ സ്വല്പം തിക്കാണ്. ഇതിനകത്ത് ഇതിന്റെ പകുതി ആദ്യം ചേർത്തതിന്റെ ശേഷം ഇതുപോലെ നല്ല സ്മൂത്ത് ആക്കി എടുക്കണം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് അതിന്റെ ഒരു 1/4 ഭാഗത്തോളം ഇതിന്റെ മിഡിലിൽ ഇങ്ങനെ വെതറണം. ഈ ബാറ്റർ ബൺ പാനിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. ഇതിന് പകരം 9 ഇഞ്ച് റൗണ്ട് പാനോ അല്ലെങ്കിൽ സ്ക്വയർ പാനോ ഉപയോഗിച്ചാലും മതി. ഇനിയും ബാക്കിയുള്ള ബാറ്റർ ഈ ഫില്ലിങ്ങിന്റെ മുകളിലിട്ട് നിരപ്പാക്കി എടുക്കണം. ഇനി ഇതിന്റെ മുകളിൽ ബാക്കിയുള്ള ഫില്ലിങ് വെതറണം. ഈ ബാറ്റർ തിക്കായിരിക്കുന്നത് നമ്മൾ ചേർത്തിരിക്കുന്ന ഫില്ലിങ് ഇതിന്റെ മുകളിൽ വെച്ചിരിക്കുന്നതും ഇതിന്റെ ഇടയ്ക്ക് വെച്ചിരിക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കേക്ക് 350 ഡിഗ്രിയിൽ 55 to 60 മിനിറ്റ്സ് ബേക്ക് ചെയ്യണം.
മിനിറ്റ് കൂളിംഗ് റാക്കിൽ വെച്ച് തണുത്തതിന് ശേഷം വേണം സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാൻ. ഈ കോഫി കേക്ക് ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ റെസിപ്പിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക.